കൂലിക്ക് വേണ്ടിയും അവകാശങ്ങൾക്ക് വേണ്ടിയും തൊഴിലാളികൾ നടത്തിയ രാഷ്ട്രീയ സമരങ്ങളിലൂടെ രൂപം കൊണ്ട കേരളത്തിൽ കുറെ സ്ത്രീകൾ തങ്ങളുടെ തൊഴിലവകാശങ്ങൾക്ക് വേണ്ടി ഭരണസിര കേന്ദ്രത്തിന് മുന്നിൽ കുത്തിയിരിപ്പ് ആരംഭിച്ചിട്ട് 36 ദിനങ്ങൾ പിന്നിടുകയാണ്. വെയിലിനും ചൂടിനും തളർത്താനാവാത്ത ആശാ വർക്കർമാരുടെ സമരപ്പോരിനിടെ അംഗനവാടി ജീവനക്കാരും സമരത്തിലേക്ക് കടന്നിരിക്കുന്നു. തുച്ഛമായ വേതനത്തിൽ ജീവിക്കേണ്ടി വരുന്ന സാധാരണക്കാരായ സ്ത്രീകളുടെ സമരം ഒന്നിനു പുറകെ ഒന്നായി പൊട്ടിപ്പുറപ്പെടുന്നു. സർക്കാരിനെതിരെ ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. ആവശ്യങ്ങൾ എണ്ണിപ്പറഞ്ഞ് ആശമാർ തെരുവിൽ അണിനിരക്കുമ്പോൾ തൊട്ടടുത്ത് അവകാശങ്ങൾ എണ്ണിപ്പറഞ്ഞ് ആശയറ്റ അംഗനവാടിക്കാരുമുണ്ടാകും. അടിയന്തര പ്രാധാന്യമുള്ള ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കണമെന്നാണ് അംഗനവാടി പ്രവർത്തകരുടെയും ആവശ്യം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ 2 വലിയ സമരങ്ങൾ ഒരുമിച്ച് നടന്നാൽ സർക്കാർ അതിനെ എങ്ങനെ നേരിടുമെന്നതാണ് ഒരു ചോദ്യം. സമരം ദീർഘമായി തുടരുമ്പോൾ സേവനങ്ങളാണ് മുടങ്ങിപ്പോകുന്നത്. ജീവനക്കാർ സമരത്തിനിറങ്ങുമ്പോൾ അംഗനവാടിയുടെ പ്രവർത്തനത്തെ അത് ബാധിക്കുമെന്നതിലും തർക്കമില്ല. പൊരിവെയിലത്തും മഴയത്തും തൊഴിലാളി സ്ത്രീകൾ തെരുവിൽ നിന്നാൽ ആർക്കാണ് അത് തിരിച്ചടിയാവുക? ന്യൂസ് ബസ് ചോദിക്കുന്നു, ചോരാത്ത പോരാട്ട വീര്യം ആരെയാണ് ചൊടിപ്പിക്കുന്നത്?